ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് ഒരു ഈസി കേക്കാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഇതേപോലെ ഓവനൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഓറിയോ കേക്കാണ്. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 375 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാനിതിന് 2 റോയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. ഇപ്പോൾ ഞാൻ 2 റോ ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ക്രീമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണേ. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1.5 ടീസ്പൂൺ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്ന പാലാണ് 1/2 തൊട്ട് 3/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം കേട്ടോ. 1/2 തൊട്ട് 3/4 കപ്പ് വരെ എന്ന് പറഞ്ഞത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ ബാറ്റർ ഇങ്ങനെ ഒഴിക്കുന്ന ടൈമിൽ അതിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് മടക്ക് പോലെ വീഴണം. ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത്തിരി ഓയിലാണെങ്കിലും തൂത്ത് കൊടുത്താൽ മതി. എല്ലാ പാട്ടിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒന്നും ആകും. ഇതല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൽ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. സ്റ്റൗ ടോപ്പിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ദോശക്കല്ല് വെച്ചിട്ടാട്ടോ. കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെക്കുക അടിയിൽ. എന്നിട്ട് അത് 5 മിനിറ്റ് ചൂടാക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് ചൂടാക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കുക. അടപ്പ് നല്ലപോലെ അടഞ്ഞിരിക്കാനായിട്ട് ഞാനൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് മേളിൽ. അതേപോലെ ആ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ 5 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിടണം. പിന്നീട് ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 35-40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ക്രീം എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷനിലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കമത്തിയെടുക്കാം ആ പ്ലേറ്റിലേക്ക്. മൈദ ഇട്ട് കൊടുത്താണ് ഈ വെളുത്തിരിക്കുന്നത്. അത് സാരമില്ല. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് മേളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഈ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് 2 ലെയറാക്കി എടുത്തിട്ട് നമുക്ക് പേസ്ട്രി പോലെ ലെയറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഇത്തിരി ചോക്ലേറ്റ് സ്റ്റാൻഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷനും കഴിഞ്ഞു. സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എളുപ്പമല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്